മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് കണക്കിൽ പൊരുത്തക്കേട്. പോൾ ചെയ്തതിനേക്കാൾ കൂടുതൽ വോട്ടുകൾ എണ്ണിയെന്ന് കണക്കുകൾ പുറത്തുവിട്ടത് വയറാണ്. വിവരങ്ങളുമായി സിബി ജോസഫ് ചേരുന്നു. സിബി, നിരവധി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആധികാരികമായി പുറത്തുവിട്ട ഒരു സ്ഥാപനം കൂടിയാണ് ദ വയർ. ദ വയർ എന്താണ് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ? ജംഷാദ്, ഈ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് 288 മണ്ഡലമാണ് മഹാരാഷ്ട്രയിൽ നിയമസഭാ മണ്ഡലമായി ഉണ്ടായിരുന്നത്. ഈ 288 നിയമസഭാ മണ്ഡലങ്ങളിലെ വോട്ടെണ്ണി കഴിയുമ്പോൾ ഇതിൽ പുറത്തു വരുന്ന റിപ്പോർട്ട് എന്ന് പറയുന്നത് ഈ പോൾ ചെയ്ത വോട്ടിനേക്കാൾ കൂടുതലും കുറവും, അതായത് ഈ ഡേറ്റകളിൽ ഒരു വലിയ പൊരുത്തക്കേട് ഉണ്ട് എന്നുള്ള ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ ദ വയർ ഇപ്പോൾ റിപ്പോർട്ട് പുറത്തുവിടുന്നത്. അതായത് മഹാരാഷ്ട്രയിൽ അധിക വോട്ടുകൾ, ഏകദേശം 5 ലക്ഷത്തിലധികം വോട്ടുകൾ ഉണ്ടായി എന്നുള്ള ഒരു ഗുരുതരമായ കാര്യം കൂടി പുറത്തുവിടുന്നു. 288 മണ്ഡലങ്ങളിൽ 8 മണ്ഡലങ്ങളിൽ വോട്ട് എണ്ണി കഴിഞ്ഞപ്പോൾ പോൾ ചെയ്തതിനേക്കാൾ കുറവ് വോട്ടും 280 മണ്ഡലങ്ങളിൽ പോൾ ചെയ്തതിനേക്കാൾ കൂടുതൽ വോട്ടുകൾ കണ്ടെത്തി. അതായത് കൃത്യമായി പറഞ്ഞാൽ 5,04,313 വോട്ടുകൾ അധികമായി എന്നുള്ളതാണ് ഇപ്പോൾ വയർ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, അതായത് ഈ 2024 ഈ മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടർ ഡേറ്റയുടെ വിശകലനവും എണ്ണിയ വോട്ടുകളും പോൾ ചെയ്ത വോട്ടുകളും തമ്മിലുള്ള ഈ പൊരുത്തക്കേടാണ് ഇപ്പോൾ വെളിപ്പെടുത്തുന്നത്. സ്വാഭാവികമായും അത് ഏറ്റവും ഗുരുതരമായ കാര്യമാണ്. എന്തായാലും ഈ ഒരു വയർ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടക്കമെല്ലാം തന്നെയും ഇപ്പോൾ സമീപിച്ചിട്ടുണ്ട്. മറുപടിക്കായി കാത്തിരിക്കുകയാണെന്നും അവരുടെ റിപ്പോർട്ടിൽ പറയുകയും ചെയ്തു. എന്തായാലും ഏറ്റവും ഗുരുതരമായ കാര്യമാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം, EVM-ലെല്ലാം തന്നെയും വളരെ വലിയ പൊരുത്തക്കേടുകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പ്രതിപക്ഷം അടക്കമെല്ലാം തന്നെയും രംഗത്ത് വരുന്ന പശ്ചാത്തലമുണ്ട്. വീണ്ടും പേപ്പർ ബാലറ്റ് വേണമെന്നെല്ലാം തന്നെയും ആവശ്യപ്പെടുന്ന ഒരു പശ്ചാത്തലം കൂടി ഇപ്പോൾ ഉണ്ട്. എന്തായാലും ഈ മഹാരാഷ്ട്രയിൽ പോൾ ചെയ്തതിലും എണ്ണയുമായ വോട്ടുകൾ തമ്മിലുള്ള ഡേറ്റയിലെ വൻ പൊരുത്തക്കേട് സ്വാഭാവികമായും അതൊരു സംശയത്തിലേക്ക് നിലവഴിക്കും. പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരും VVPAT എണ്ണിയിട്ടില്ലേ? അതുമായി ബന്ധപ്പെട്ട് ഈ മഹാ അഘാടി സഖ്യത്തിൻ്റെ എന്തെങ്കിലും പ്രതികരണങ്ങൾ എത്തിയിട്ടുണ്ടോ? അതോ ഈ അമ്പയെ തോറ്റ സാഹചര്യത്തിൽ മഹാ അഘാടി ഉൾവലിഞ്ഞൊരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്? അപ്പോൾ ഈ ഇപ്പോഴത്തെ വയറിൻ്റെ കണക്കുകൾ പ്രകാരം ഈ 5 ലക്ഷത്തിലധികം വോട്ടുകളുടെ വ്യത്യാസം അത് ഏതെങ്കിലും പ്രത്യേക മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചാണോ അതോ മൊത്തത്തിലാണോ? അതേ സംബന്ധിച്ച് വയറിൽ പറയുന്നുണ്ടോ? അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ 288 മണ്ഡലങ്ങളിലും ഈ വ്യത്യാസമുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ വയർ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില മണ്ഡലങ്ങൾ അവർ എടുത്തു പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ പോൾ ചെയ്തതിനേക്കാൾ കൂടുതൽ ഏകദേശം അക്ഷതി എന്ന മണ്ഡലത്തിൽ പോൾ ചെയ്തതിനേക്കാൾ 4,538 വോട്ടുകൾ കൂടുതൽ എണ്ണി എന്നുള്ളതാണ് വയർ റിപ്പോർട്ട് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ അതായത് 4,155 വോട്ടുകളുടെ വ്യത്യാസം ഒസ്മാനാബാദ് മണ്ഡലത്തിലും ഉണ്ടായി. അങ്ങനെ 4,000-ലധികം വോട്ടുകൾ ഒരൊറ്റ മണ്ഡലത്തിൽ പോലും പോൾ ചെയ്തതിൽ വ്യത്യാസമുണ്ട് എന്നുള്ളതാണ് ഇവർ ചൂണ്ടിക്കാട്ടുന്നത്. സ്വാഭാവികമായും അത് വളരെ വലിയൊരു പൊരുത്തക്കേടാണെന്ന് കാര്യത്തിൽ സംശയമില്ല. കാരണം ഒരു സ്ഥാനാർത്ഥി ജയിക്കാനും തോൽക്കാനെല്ലാം തന്നെ 4,000 വോട്ട് തന്നെ അധികമാണ്. സ്വാഭാവികമായും 4,538 വോട്ടുകളുടെ പോലും വ്യത്യാസം വലിയ അധികം ഈ പോൾ ചെയ്തതിനെ കൊണ്ട് എണ്ണുമ്പോൾ അത് വലിയ രീതിയിൽ സംശയത്തിന് വഴിവെക്കും. ഇത് തന്നെയാണ് ഇവർ ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നതും. കൂടാതെ 100-1000 വോട്ടുകളുടെ വലിയ വ്യത്യാസങ്ങൾ കാണിക്കുന്ന ഒന്നിലധികം നിയോജക മണ്ഡലങ്ങൾ മാത്രം അങ്ങനെ പൊരുത്തക്കേട് ഉണ്ടെന്നും ഇവർ ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. എന്തായാലും ഈ ഫലങ്ങളുടെ ഒരു കൃത്യത ഉറപ്പാക്കാൻ വേണ്ടിയുള്ള കൂടുതൽ സൂക്ഷ്മമായ പരിശോധന ആവശ്യമാണെന്നും കൂടി ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും വളരെ വലിയ രീതിയിലുള്ള ഒരു വ്യത്യാസമാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ജിംഷാദ്, ഇത് വരും മണിക്കൂറുകൾ കൂടുതൽ ചർച്ച ചെയ്യപ്പെടുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ നിലവിൽ ഇത്തരത്തിൽ ഈ ഒരു ആരോപണം വയർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇലക്ഷൻ കമ്മീഷൻ ഇത് വയറിന്റെ റിപ്പോർട്ടിൽ തന്നെ പറയുന്നത് ഈ പൊരുത്തക്കേട് ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടും ഇതുവരെയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതികരിച്ചിട്ടില്ലെന്നാണ്. ഇപ്പോഴും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വിഷയത്തിൽ ഒരു ക്ലാരിറ്റി വരുത്തുന്നില്ല, അല്ലേ സിബി? തീർച്ചയായും ഇതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഇവർ സമീപിച്ചിട്ടുണ്ട്. പക്ഷേ മറുപടിക്കായി കാത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഇവർ പറയുന്നത്. അതായത് ഈ ഒരു പൊരുത്തക്കേട് കാണിക്കുമ്പോഴും ഇതിൽ കൃത്യമായി സുതാര്യതയും കൃത്യതയും ഉണ്ട് എന്നുള്ളൊരു മറുപടിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് ലഭിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ഇവർ റിപ്പോർട്ട് ചെയ്യുന്നത്.